OTTയിൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളെക്കുറിച്ചും OTTക്കായി മാത്രം ഒരുക്കുന്ന സിനിമകളെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ് നടൻ മമ്മൂട്ടി. OTTയിൽ ഹിറ്റായി പിന്നീട് അതിൻ്റെ രണ്ടാം ഭാഗം തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമകൾ വരെ ഉണ്ടാകുമെന്നല്ലോ എന്ന ചോദ്യത്തിനായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി. കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത് ഭരതനാട്യവും ഇന്ദ്രൻസും ജാഫർ ഇടുക്കിയും പ്രധാന കഥാപാത്രമായി എത്തിയ കുട്ടൻ്റെ ചിങ്കാമണിയും തൻ്റെ OTTയിലാണ് കണ്ടതെന്നും രണ്ടും ഗംഭീര സിനിമകളാണെന്നും മമ്മൂട്ടി പറഞ്ഞു. OTT എന്ന് പറയുമ്പോൾ സോ കോൾഡ് തിയേറ്റർ എക്സ്പീരിയൻസ് പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട്. തിയേറ്ററിൻ്റെ ഒരു വലിപ്പവും അതിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ ചില സിനിമകൾക്ക് വല്ലാതെ സഹായിക്കുന്നുണ്ട്. ആളുകൾ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ കാണും. അല്ലാതെ ഒരു സീരിയസ് വാച്ചിങ് ആണെങ്കിൽ OTTയിൽ വരുമ്പോൾ നന്നാകും. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ കാണുന്ന പടങ്ങൾ ഉണ്ടല്ലോ, വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ. പിന്നെ ഈ സിനിമകളെല്ലാം കൂടി അങ്ങോട്ട് പോയാൽ നമ്മുടെ പണി പൂട്ടും. സിനിമ പോസ് ചെയ്ത് വെച്ചിട്ട് പോയിട്ട് പിന്നെയും വന്ന് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇത് നല്ലതാണല്ലോ. പിന്നെ നമ്മുടെ വീട്ടുജോലി നടക്കും എന്ന് മമ്മൂട്ടി പറഞ്ഞു. OTTയിൽ സിനിമ പോപ്പുലറായി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്സ് എടുക്കാമെന്ന് വിചാരിക്കുന്നവരും ഉണ്ടല്ലോ എന്ന ചോദ്യത്തിനും മമ്മൂട്ടി മറുപടി നൽകി. ഇപ്പോൾ ഇറങ്ങിയ മോഹിനിയാട്ടത്തിൻ്റെ ആദ്യ ഭാഗമായ ഭരതനാട്യം താൻ OTTയിലാണ് കണ്ടതെന്നും അപ്പോൾ തന്നെ താൻ അവരെ വിളിച്ചതെന്നാണ് മമ്മൂട്ടിയുടെ മറുപടി.